ഇന്ത്യൻ ഓയിൽ ഇറക്കിയ ഒരു വാർണിംഗ് ആയിട്ട് ചിലപ്പോൾ നിങ്ങളൊരു ഓല കഴിഞ്ഞ ഒരു 2 ആഴ്ചയ്ക്കകത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വിഷയം കണ്ടു കാണും. അതിനകത്ത് പറയുന്ന കാര്യം എന്താണ്? നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ പെട്രോൾ കാറിനകത്ത് ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കരുത്. അടിച്ചു കഴിഞ്ഞാൽ ഇതിനുള്ള സാധ്യത എന്ന് പറയുന്നത് എക്സ്പ്ലോഷനുള്ള സാധ്യത അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കളെയും ഫാമിലി ആളുകളെയൊക്കെ ഒന്ന് വാൺ ചെയ്യുക. അതിന് പ്രധാന കാരണം എന്താണ്? ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച മാത്രം 5ഓളം കാറുകൾ പൊട്ടിത്തെറിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന ആ ഒരു ലീഫ്ലെറ്റിനകത്ത് അവർ തന്നിരിക്കുന്ന കാര്യത്തിനകത്ത് പറയുന്നത്. അപ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ, ഇന്ത്യൻ ഓയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ഗ്യാസ് ടാങ്ക്, അതായത് നമ്മുടെ പെട്രോൾ ടാങ്ക് ഫുള്ളായിട്ടിരിക്കുമ്പോഴാണോ അതോ എം ടി ആയിട്ടിരിക്കുമ്പോഴാണോ ഇത് എക്സ്പ്ലോഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ? അതിനോടൊപ്പം തന്നെ നമ്മൾ സാധാരണഗതിയിൽ എപ്പോഴും പറയാറുണ്ട് മിനിമം കുറച്ച് ഫ്യൂവൽ ഇട്ടിട്ട് വേണം വണ്ടി ഓടിക്കാൻ എന്നുള്ളത്. അപ്പോൾ തീരെ താഴുന്നതാണോ, അതായത് ഫ്യൂവൽ തീരെ കുറച്ച് ഓടിക്കുന്നതാണോ, അല്ലെങ്കിൽ ഫുൾ ടാങ്ക് അടിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പം വീഡിയോ മുഴുവൻ കാണുക. പകുതി വഴിക്ക് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ലാസ്റ്റ് പറയുന്ന പല കാര്യങ്ങളും മിസ് ചെയ്തു പോകുന്നുള്ളതാണ്. കഴിഞ്ഞ വീഡിയോകളിലൊക്കെ എനിക്കത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് പറയുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ലൂസിയുടെ മറ്റൊരു എപ്പിസോഡ്. ഈ പൊട്ടിത്തെറിയെ കുറിച്ചിട്ടും ഈ പറഞ്ഞ വാർണിങ്ങിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഈ പറയുന്ന ഫ്യൂവലുകൾ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് മനസ്സിലാക്കണം. നമ്മൾ മണ്ണെണ്ണ ആയിരുന്നാലും ഡീസൽ ആയിരുന്നാലും പെട്രോൾ ആയിരുന്നാലും ഇത് മൂന്നും ഒരു ചെറിയ പ്ലേറ്റിലോ ഒരു കിണ്ണത്തിലോ അല്ലോ നിങ്ങൾ എടുത്തു വെച്ചിട്ട് കത്തിക്കാൻ നോക്കുകയാണെങ്കിൽ, കത്തിക്കാൻ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റുന്നത്, നമ്മളൊരു തീപ്പെട്ടി ഉരച്ചിട്ട് ഒരു മണ്ണെണ്ണയുടെ ഈ കിണ്ണത്തിനകത്ത് ഇടുകയാണെങ്കിൽ അതങ്ങനെ കത്തുന്നതായിട്ട് കാണില്ല. ഈ തീപ്പെട്ടി അണഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. നമുക്ക് തോന്നുന്നത് എന്താണ്? അത് കത്തുന്നതാണ്. പക്ഷേ അങ്ങനെ അണഞ്ഞാണ് പോകാറ്. ഡീസലിനകത്തായാലും നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് കത്തിപ്പിടിക്കുന്നതായിട്ട് കാണില്ല. കാര്യം ഇത് രണ്ടും വേപ്പറായിട്ട് അല്ലെങ്കിൽ നമ്മളതിനെ വളരെ ഫൈൻ മിസ്റ്റായിട്ട് സ്പ്രേ ചെയ്തിട്ട് അതിനകത്തോട്ട് തീ കാണിക്കുകയാണെങ്കിൽ അത് കത്തുന്നതാണ്. പക്ഷേ പെട്രോളിൻ്റെ സ്വഭാവം അങ്ങനെയല്ല. പെട്രോൾ നിങ്ങൾ തീപ്പെട്ടി അതിൻ്റെ മുകളിൽ കൊണ്ടുവരുമ്പോൾ തന്നെ അത് കത്തിപ്പിടിക്കുന്നതായിട്ട് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? പെട്രോളിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് ഇത് ലിക്വിഡിൽ നിന്ന്, അതായത് ഒരു വാതക രൂപത്തിലേക്ക് മാറാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്, അല്ലെങ്കിൽ വേപ്പറൈസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. നമ്മൾ ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള ഒരു ലിക്വിഡാണ് പെട്രോൾ അല്ലെങ്കിൽ ഗ്യാസോലിൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു പ്രവണത പെട്രോളിനുള്ളത് കൊണ്ടാണ് ഇത് പെട്ടെന്ന് തീ പിടിക്കുന്നത്. നമ്മൾ ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിനകത്ത്, പെട്രോൾ എഞ്ചിനകത്ത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വണ്ടിക്കകത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാർബറേഷൻ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ രീതിയായിരുന്നു കാർബറേഷൻ. ഇപ്പോൾ ഒരുപാട് ടെക്നോളജിയിൽ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. പഴയ കാർബറേറ്റർ എടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്. ഫ്യൂവലും അതായത് പെട്രോളും എയറും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നേരെ സ്പ്രേ ചെയ്തിട്ട് അതിനെ ഒരു സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ച് കത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു എക്സ്പ്ലോഷൻ തന്നെ അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറി തന്നെയാണ് നടക്കുന്നത്. ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഐഡിയൽ മിക്സിംഗ് റേഷ്യോ ഉണ്ട്. അതായത് 15:1, അതായത് 15 ഭാഗം എയറും 1 ഭാഗം പെട്രോളും കൂടെ വരുമ്പോഴാണ് ഇത് കറക്റ്റായിട്ട് കത്തുകയും പ്രോപ്പറായിട്ട്, അതായത് ബാക്കി അൺബേൺഡ് ആയിട്ട് അല്ലെങ്കിൽ കത്താത്ത വേപ്പറുകളൊന്നും വരാത്ത ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് 15:1 റേഷ്യോ ആണ്. ഒരു ഹയർ സൈഡിൽ വേണമെങ്കിൽ ഒരു 20:1 വരെ പോകാം. അതുപോലെ തന്നെ ഒരു ലോവർ സൈഡിൽ ഒരു 7:1 വരെയൊക്കെ വന്നാലും നമുക്ക് മാനേജ് ചെയ്യാം. ഇത് കത്തും. ഈ നിങ്ങൾ ചിത്രത്തിൽ കാണുന്ന അല്ലെങ്കിൽ വീഡിയോ കാണുന്നതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് 4 ഡിഫറെൻറ്റ് കാറുകളുണ്ട്. പല ലെവലിൽ പെട്രോൾ ഫില്ല് ചെയ്തിട്ടുള്ളതാണ്. അതിനകത്ത് ഏറ്റവും ആദ്യം കാണുന്ന കാറിനകത്ത് ഫില്ല് ചെയ്തിരിക്കുന്നത് ഫുൾ ടാങ്ക് പെട്രോളാണ്. അതായത് ഇനി ഒട്ടും പെട്രോൾ മുകളിലേക്ക് അടിക്കാൻ സ്ഥലമില്ലാത്ത രീതിയിൽ അടച്ചു വയ്ക്കുന്നു. അതുപോലെ അതിനേക്കാൾ കുറച്ച് വേറൊരെണ്ണം, അതിനേക്കാൾ കുറച്ച് വേറൊരെണ്ണം, അത് കഴിഞ്ഞ് ഓൾമോസ്റ്റ് എം ടി ആയിട്ട്, അതായത് നേരത്തെ പറഞ്ഞ പെട്രോളിൻ്റെ വേപ്പർ മാത്രമുള്ള 4ാമത് ഒരു വണ്ടി. നമുക്ക് ഇൻറ്റ്യൂട്ടീവ്ലി തോന്നുന്ന ഏതാണ്? ഇതിനെ പൊട്ടിത്തെറിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫുള്ളായിട്ട് ടാങ്കിൽ പെട്രോൾ പൊട്ടിത്തെറിക്കുന്നതായിരിക്കും വലിയൊരു എക്സ്പ്ലോഷൻ എന്നാണ് നമ്മുടെ മനസ്സിൽ തോന്നുന്നത്. അപ്പോൾ ഇതിനെ എക്സ്പ്ലോഡ് ചെയ്യാനായിട്ട് ഒരാൾ നടത്തിയ എക്സ്പെരിമെൻറ്റ്, എനിക്ക് കാർ കത്തിച്ച് കളയാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ഞാൻ ആ ഒരു വീഡിയോ ഇവിടെ ഷെയർ ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഫുൾ ടാങ്ക് പെട്രോളിനകത്ത് നമ്മളകത്തൊരു സ്പാർക്ക് പ്ലഗോ അല്ലെങ്കിൽ ഒരു അല്ലാതെ എങ്ങനെയെങ്കിലും ഒന്ന് ഇഗ്നൈറ്റ് ചെയ്യാനായിട്ട്, തീപ്പെട്ടി വെച്ച് കത്തിക്കാൻ പറ്റില്ലോ, ഇഗ്നൈറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ടാങ്ക് ഉള്ളതിനകത്ത് വേപ്പർ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് പൊട്ടിത്തെറിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾ എത്ര പ്രാവശ്യം ട്രൈ ചെയ്താലും അത് പൊട്ടിത്തെറിക്കില്ല. പക്ഷേ അതിനേക്കാൾ കുറച്ചുള്ളതിൻ്റെ അകത്തുള്ള എക്സ്പ്ലോഷൻ വളരെ ചെറിയൊരു എക്സ്പ്ലോഷനാണ്. കാര്യം ആ വേപ്പറായിട്ട് നിൽക്കുന്നത് അതിനകത്ത് വളരെ കുറവാണ് കമ്പാരിറ്റീവ്ലി. കൂടുതലും പെട്രോളായിട്ട് ലിക്വിഡായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കറിയാം ഇപ്പോഴത്തെ ടാങ്കിൻ്റെ അടപ്പൊക്കെ വെച്ച് അടച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്, ഒന്നും എസ്കേപ്പ് ചെയ്യില്ല. നേരത്തെ പറഞ്ഞ ഇന്ത്യൻ ഓയിലിൻ്റെ വാർണിംഗ് എന്ന് പറഞ്ഞ് പ്രചരിക്കുന്ന സാധനത്തിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്താണ്? ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഈ വേപ്പർ കളയണമെന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, എയർ കയറണമെന്നാണ്. അപ്പോൾ കളഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വീണ്ടും അത് അത് ഫ്യൂംസ് തന്നെ അല്ലെങ്കിൽ വേപ്പർ തന്നെ റീപ്ലേസ് ചെയ്യുന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു എക്സ്പ്ലോഷനും ഏറ്റവും അവസാനം വെറും വേപ്പർ മാത്രമുള്ളത് വലിയൊരു പൊട്ടിത്തെറിയായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇൻറ്റ്യൂട്ടീവായിട്ട് നമുക്ക് തോന്നുന്നത് എന്താണ്? ഫുള്ളായിട്ടുള്ള ടാങ്ക് ആണെങ്കിൽ ഭയങ്കര വലിയ പൊട്ടിത്തെറിയായിരിക്കും. കുറച്ച് അല്ലെങ്കിൽ തീരെ ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ വളരെ ലൈറ്റായിട്ടുള്ള പൊട്ടിത്തെറി. അങ്ങനെയല്ല, പലപ്പോഴും ഇങ്ങനെയാണുള്ളത്.
പക്ഷേ ഇങ്ങനെ ഇന്ത്യൻ ഓയിൽ ഒരു വാർണിംഗ് ഇറക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഫേക്ക് ന്യൂസാണ്. അങ്ങനെ ഒരു വാർണിംഗ് അവർ ഇറക്കിയിട്ടില്ല. കാര്യം ഈ മെക്കാനിസം അവർക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ അവർ ഈ മണ്ടത്തരം ഒരിക്കലും പ്രചരിപ്പിക്കാൻ യാതൊരു സാധ്യതയില്ല, അവരങ്ങനെ ചെയ്തിട്ടില്ല. മാത്രമല്ല ഈ പറയുന്ന പോലെ 5 or 6 കാറുകളൊന്നും കഴിഞ്ഞ ആഴ്ച കത്തിയിട്ടൊന്നുമില്ല. ഈ വെറും ഈ പറയുന്ന പോലെ ഫ്യൂവലിൻ്റെ എക്സ്പ്ലോഷൻ കാരണം മാത്രം ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട്, അതായത് ചൂട് കൂടിയിട്ട് ഒരു കാരണവശാലും അത് കത്തിപ്പോയിട്ടില്ല എന്നുള്ളതാണ്. ഇനി മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, നമുക്ക് എപ്പോഴും തോന്നുന്ന ഒരു ടെൻഡൻസി എന്താണ്, ചിലർ പറയാറുണ്ട് തീരെ പെട്രോൾ കുറച്ച് ഉപയോഗിച്ച് ചെയ്യരുത്. അതിന് ഉള്ളൊരു പ്രധാന കാരണം എന്ന് വെച്ചാൽ ടാങ്കിനകത്ത് തീരെ പെട്രോൾ കുറവാണെന്നുണ്ടെങ്കിൽ പണ്ടത്തെ ടാങ്കുകളൊക്കെ ഇരുമ്പ് കൊണ്ടാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്, അതൊക്കെ തുരുമ്പെടുക്കുമായിരുന്നു. അപ്പോൾ ഈ തുരുമ്പെടുക്കുമ്പോൾ വീണ്ടും നമ്മൾ എപ്പോഴെങ്കിലും ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇത് നേരെ എഞ്ചിനിലേക്ക് സർക്കുലേറ്റ് ചെയ്ത് പോകാനും ആ പൊടി കയറി അടഞ്ഞ് ശല്യം എഞ്ചിനൊക്കെ കേടുവരാനും സാധ്യത ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. മാത്രമല്ല ഇപ്പോൾ അതിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പ്ലാസ്റ്റിക് കൊണ്ടൊക്കെ ആയി പുതിയ ടാങ്കുകളുടെ മാനുഫാക്ചറേഴ്സ് ഒരുപാട് മാറിയിട്ടുണ്ട്. അതിനകത്ത് പ്ലാസ്റ്റിക് കൊണ്ടുള്ള ടാങ്കുകളൊക്കെ ആയതുകൊണ്ട് തന്നെ പഴയതുപോലെ തുരുമ്പിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അഥവാ നമ്മൾ പെട്രോൾ തീർന്ന് നിന്ന് പോയി കഴിഞ്ഞാൽ ഈ ഫ്യൂവലിനെ പമ്പ് ചെയ്യുന്ന പമ്പ് അത് ഡ്രൈ ആയി പോയി കഴിഞ്ഞാലുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പമ്പിന് ഒരു ലൂബ്രിക്കേഷൻ കൊടുക്കുന്നത് നമ്മുടെ ഈ ഫ്യൂവൽ തന്നെയാണ്. അപ്പോൾ ഫ്യൂവൽ ഇല്ലാതെ അത് ഡ്രൈ ആയിട്ട് ഓടി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ബെയറിങ്ങും കാര്യങ്ങളൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ഫ്യൂവൽ പമ്പ് മാറ്റുക ഭയങ്കര ചിലവുള്ളൊരു കാര്യമാണ്. ഇനി ഇതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഒരിക്കലും ഇത് പൂർണ്ണമായിട്ട് ഫില്ല് ചെയ്തതെന്ന് പറയുന്ന ഒരു കാര്യം എന്താണ്, നമുക്കറിയാം പമ്പിലൊക്കെ പോകുമ്പോഴത്തേക്കും ആ പമ്പിൻ്റെ ലിവർ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവുന്ന ഒരു പോയിന്റ് ഉണ്ട്. ചിലർ അത് കഴിഞ്ഞാലും സ്ക്വീസ് ചെയ്ത് ടാക്സിക്കാരൊക്കെ കുലുക്കി നിറയ്ക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഒരു കുഴപ്പം എന്താണ്, ഇതിനകത്തുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെ ഈ വേപ്പറിനെയും കംപ്ലീറ്റ് ആയിട്ട് റീയൂസ് ചെയ്യാനായിട്ടുള്ള ഒരു മെക്കാനിസം ഉണ്ട്. അതായത് വേപ്പർ കാനിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂണിറ്റ് ഉണ്ട്. അതിനകത്ത് കുറച്ച് ചാർക്കോളും കുറച്ച് കല്ല് പോലത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു യൂണിറ്റാണ്. ഇതിൻ്റെ ഉദ്ദേശം എന്താണ്, ഈ വേപ്പറായിട്ട് നിൽക്കുന്നതിനെയും എഞ്ചിനകത്ത് തന്നെ നമുക്ക് ബേൺ ചെയ്യാൻ അല്ലെങ്കിൽ കത്തിക്കാനുള്ളതായിട്ട് ഉപയോഗിക്കാനുള്ളതാണ്. അതിനകത്ത് 2 വാൽവും വരുന്നുണ്ട്. ഒരു വെൻറ്റ് വാൽവ് എന്ന് പറഞ്ഞ് പുറത്തുനിന്ന് എയർ എടുക്കാനുള്ള ഒരു വാൽവ്, അതുപോലെ പേർജ് വാൽവ് എന്ന് പറഞ്ഞൊരു വാൽവ് വഴിയാണ് അത് എഞ്ചിനിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ നിറച്ച് ഈ ലിക്വിഡ് അടിച്ചു കഴിഞ്ഞാലുള്ള കുഴപ്പം, ഇത് ഗ്യാസ് മാത്രം റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന വേപ്പർ കാനിസ്റ്റർ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഈ വാപ്പ് എന്നൊക്കെ പറയുന്ന സാധനം ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് ലിക്വിഡ് പോയി കഴിഞ്ഞാൽ ഈ മെക്കാനിസം കേടാവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഒന്നുകിൽ വെൻറ്റ് വാൽവോ പർജ് വാൽവോ ഒക്കെ പോകാനും കാര്യമുണ്ട്. അപ്പോൾ പുതിയ ജനറേഷൻ വണ്ടികളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളിങ്ങനെ കുലുക്കിയൊന്നും നിറയ്ക്കേണ്ട കാര്യമില്ല. ആദ്യത്തെ പ്രാവശ്യം ആ പമ്പ് കട്ട് ഓഫ് ആകുമ്പോൾ തന്നെ നമുക്ക് നിർത്താവുന്നേ ഉള്ളൂ. പക്ഷേ പമ്പുകാർ ചോദിക്കും കുറച്ചുകൂടെ അടിക്കണമെന്ന് ചോദിക്കും, പലരും പറയാറുണ്ട് അങ്ങ് അടിക്കാൻ. ഇപ്പം നിങ്ങൾക്ക് ഇതിനു മുമ്പും അങ്ങനെ കുലുക്കി അടിച്ചിട്ടുണ്ട്, കുഴപ്പം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. എപ്പോൾ വേണോ ഈ ഒരു പ്രശ്നം സംഭവിക്കാം. അപ്പോൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും പെട്രോളിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് തെറ്റായിട്ടാണ്. പലപ്പോഴും മൂവിയിൽ നിന്നൊക്കെ കാണുന്ന കാര്യമാണ്. അതായത് നായകൻ ഇങ്ങനെ ഒരു സിഗരറ്റ് വലിച്ചിട്ട് നേരെ പെട്രോൾ ഇങ്ങനെ ഇറ്റിറ്റ് വീണ് കിടക്കുന്നതിലേക്ക് എറിയുന്നു, ഉടനെ കത്തിപ്പിടിക്കുന്നു. അങ്ങനെ ഒരു സിഗരറ്റ് എടുത്ത് പെട്രോളിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ഒരു കാരണവശാലും കത്തിപ്പിടിക്കില്ല എന്നുള്ളതാണ്. നമുക്ക് ടെമ്പറേച്ചർ ഒരു പെർട്ടിക്കുലർ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് അതിനകത്തൊരു നല്ല സ്പാർക്ക് കൊടുത്താൽ അത് കത്തും. അല്ലാതെ ഈ സിഗരറ്റ് കുറ്റിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സിഗരറ്റ് അണഞ്ഞു പോകുന്നല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കുറച്ച് പെട്രോൾ എടുത്ത് മണ്ണിനകത്ത് ഒഴിച്ചിട്ട് ഒരു സിഗരറ്റ് വലിച്ചിട്ട് അതിൻ്റെ കുറ്റി എടുത്ത് അതിനകത്ത് ഇടുകയോ കുത്തി അണയ്ക്കുകയോ ഒക്കെ ചെയ്ത് നോക്കുക, കത്തില്ല. പക്ഷേ ഒരു തീപ്പെട്ടി ഉരച്ചിട്ടാൽ അല്ലെങ്കിൽ ഒരു സ്പാർക്ക്, ഫ്ലിൻറ്റ് പോലെയുള്ള സാധനം കൊണ്ട് ഒരു സ്പാർക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കത്തുന്നതായിട്ട് കാണാം. ഇല്ലെങ്കിൽ നിങ്ങളൊരു സ്പാർക്ക് പ്ലഗ് വെച്ചിട്ട് അവിടെ കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പെട്രോൾ കത്തുന്നതായിട്ട് കാണാം. അല്ലാതെ ഒരു കാരണവശാലും അത് സംഭവിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പെട്രോളിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. ഈ കറങ്ങി നടക്കുന്ന ഒരു വ്യാജ മെസ്സേജാണ്. ഇന്ത്യൻ ഓയിൽ അങ്ങനെ ഒരിക്കലും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ പെട്രോൾ വണ്ടികളെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ പൊതുവേ വണ്ടികളെ കുറിച്ചിട്ടുള്ള തെറ്റിദ്ധാരണയുടെ ഭാഗമായിട്ട് ആളുകൾ ഉണ്ടാക്കിയ ഒരു കാര്യം മാത്രമാണിത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വേറെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, പണ്ടൊക്കെ പല സിനിമകളും കണ്ടിട്ടുള്ളതാണ്, ഇങ്ങനെ പെട്രോൾ ടാങ്കിനകത്ത് ഒരു ദ്വാരം വീഴുന്നു, അതിൽ നിന്ന് ഇങ്ങനെ ഫ്യൂവൽ വീണുകൊണ്ടിരിക്കുന്നു, നായകൻ ഇത് തീപ്പെട്ടി കത്തിച്ച് അതിനകത്ത് ഇടുമ്പോഴത്തേക്കും ഭയങ്കര അടിച്ച് വിട്ടത് ഓവർടേക്ക് ചെയ്ത് പോയി കാറിൻ്റെ പെട്രോൾ ടാങ്കിനകത്ത് പോയി പൊട്ടിത്തെറിക്കുന്നു എന്നുള്ളതൊക്കെ. അതും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതൊരു എക്സ്പെരിമെൻ്റായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നൊരു കാര്യം, വളരെ സ്ലോ ആയിട്ട് മാത്രമേ ഇത് കത്തിപ്പോകുന്നുള്ള കാര്യം. ഇത് ഈ ലിക്വിഡ് വേപ്പർ ആവണം, അത് കഴിഞ്ഞിട്ട് സ്ലോലി അത് ഹീറ്റായി ഫയർ ക്യാച്ചപ്പ് ചെയ്ത് പോകണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഫയറിനെ ഓടി തോപ്പിക്കാൻ പറ്റും. അത്രയ്ക്ക് വളരെ സ്ലോ ആയിട്ട് മാത്രമാണ് അത് കത്തിപ്പോകുന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു പുതിയ അറിവാണെന്ന് വിചാരിക്കുന്നു. ഈ ഫേക്ക് ന്യൂസ് ഇത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് ബാക്കിയുള്ളവർക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കുക. അങ്ങനെ അഥവാ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് തിരിച്ചുള്ള ഈ വീഡിയോയും കൂടെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് ഇതുപോലെയുള്ള ശാസ്ത്ര വിഷയങ്ങൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വിഷയമായി ഇനി കാണുന്നവരെ ഐ എം യുവർ ഹോസ്റ്റ് ചന്ദ്രശേഖർ, സൈനിങ് ഓഫ്.